പഴയ എംപ്ലോയീസിന് പഴയ സാലറിയും പുതിയ എംപ്ലോയീസിന് പുതിയ സാലറിയും കൊടുക്കുന്നു. ഇതൊരു നീതികേടല്ലേ? നമുക്ക് തോന്നുന്ന നീതികേടാണ്. കാരണം പഴയ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു സെർട്ടൺ സാലറിയും പുതിയ വന്ന ന്യൂജന് വളരെ കൂടുതൽ സാലറിയും കൊടുക്കുന്നു. ഇതൊന്ന് ശരിക്കും ഒന്ന് ആലോചിക്കുക. 10 വർഷമായിട്ട് ഈ കമ്പനി നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, 10 വർഷമായിട്ട് നിങ്ങൾക്ക് സാലറി തരുന്നുണ്ട്, ജീവിക്കാനുള്ള ഉപാധി തരുന്നുണ്ട്. പക്ഷെ കമ്പനി 10 വർഷമായിട്ട് വലിയ ഗ്രോത്തിലേക്ക് പോകുന്നില്ല, ഇങ്ങനെ പോകുന്നുള്ളൂ. ഈ ഒഴുക്കിൽ നിന്ന് കമ്പനീനെ ഒന്ന് വെർട്ടിക്കലി ഗ്രോത്ത് ചെയ്യാൻ കമ്പനിയുടെ ഉടമയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പുതിയ ഒരാളെ ഇൻഡക്ട് ചെയ്തിട്ട് കമ്പനീനെ വെർട്ടിക്കലി ഒന്ന് ഗ്രോത്ത് ചെയ്യാനായിട്ട് ശ്രമത്തിന്റെ ഭാഗമായിട്ട് പുതിയ സാലറി കൊടുക്കുകയാണ്. അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ പുതിയ ആൾ എടുത്ത ആള് കമ്പനീനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ജോലി പോകും. നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്യേ. കമ്പനി പുതിയ ലെവലിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഇന്നോവേഷൻ വേണ്ടേ? ആ ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി കമ്പനിക്ക് വേണ്ടിയിട്ട് മുതലാളിയുടെ പോക്കറ്റിലുള്ള പൈസ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് കമ്പനി ഒരാളെ നിയമിക്കുമ്പോൾ അത് മറ്റ് എംപ്ലോയീസ് അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി സാലറി കിട്ടുന്നുണ്ട്, അത് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ എംപ്ലോയിനെ വെച്ചിരിക്കുന്നത് കമ്പനീനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് കമ്പനിക്ക് ഉയർന്നാൽ കമ്പനിയുടെ പുതിയ ലെവൽ വെച്ചുകൊണ്ട് പുതിയ പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ സാലറിയും കൂടും എന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സാലറിയുടെ വാരിയേഷൻ നോക്കിയിട്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ വർക്കിൽ അപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക. കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇപ്പൊ വന്ന ആളുടെ സാലറിയുമായിട്ട് നിങ്ങളുടെ സാലറി കമ്പയർ ചെയ്യേണ്ട. അവന് ഈ കമ്പനിയെ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്കകത്തുണ്ടാവും.